ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഇതൊക്കെ എൻ്റെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടാണ് കേട്ടോ. ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ചധികം കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബ്ലഡ് ടെസ്റ്റിലുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വൈറ്റമിൻ ഡി എനിക്ക് മുന്നേ 5 താഴെയാണ് ഉണ്ടായിരുന്നത്. അതിപ്പം 27 ആയിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ കറക്റ്റായിട്ട് സപ്ലിമെൻ്റ് എടുത്ത സമയത്ത് 68 ആയിട്ടുണ്ടായിരുന്നു. സപ്ലിമെൻറ്റ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 10 ദിവസത്തിനകത്ത് പെട്ടെന്ന് തന്നെ ഫോൾ ഡൗൺ ചെയ്തിട്ട് 27 ആയിപ്പോയി. അതേപോലെ തന്നെ ഞാൻ വൈറ്റമിൻ B12 വന്നിട്ട് 140 ഉണ്ടായിരുന്നുള്ളൂ. സപ്ലിമെൻറ്റ്സ് എടുത്ത സമയത്ത് അത് ഏറെക്കുറെ നോർമൽ ആയതായിരുന്നു. അതിപ്പോൾ വീണ്ടും കുറഞ്ഞിട്ട് ഓൾമോസ്റ്റ് 195 ആ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അതിൽ 238 ഉണ്ട്, ഇത്തിരി കൂടുതലാണ്. അതേപോലെ തന്നെ LDL ഈ പറഞ്ഞ പോലെ 180 ആണ്. പിന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ട്, അയൺ ഡെഫിഷ്യൻസി ഉണ്ട്, ഹീമോഗ്ലോബിൻ കുറവാണ്. ഇത്രയാണ് ബ്ലഡ് ടെസ്റ്റിൽ പ്രോബ്ലം ഉള്ളൂ കേട്ടോ. നമ്മൾ ബേസിക് ആയിട്ടുള്ള CMAയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ക്യാൻസറുടെ ടെസ്റ്റ് ഉണ്ട്, അത് അടക്കമുള്ള ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഫോൾ ഡൗൺ ആവണേന്ന് അറിയാൻ വേണ്ടിയിട്ട് 3 തവണയായിട്ടാണ് ചെയ്തത്. ആദ്യം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുത്തു, അതിലെല്ലാം കുറവായിരുന്നു. സപ്ലിമെന്റ്സ് ഒക്കെ എടുത്തിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ഒക്കെ ഏറെക്കുറെ നോർമലായി. സ്റ്റോപ്പ് ചെയ്തിട്ട് 10 to 15 ദിവസത്തിനകത്ത് വീണ്ടും എല്ലാം നല്ല പോലെ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കണ്ടീഷനിൽ എനിക്ക് PMOSന്റെ എല്ലാ സിംറ്റംസും ഉണ്ട്. PMOS ഉണ്ട്, പിന്നെ ഫോളിക്യൂൾസ് ഉണ്ട്, റൈറ്റ് ഓവറിക്കകത്ത് കുറച്ച് ഫോളിക്യൂൾസ് ഉണ്ട്, ഇത്തിരി സ്വെല്ലുണ്ട്. ഇത്രയാണ് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഉള്ളത്. ഈ ഒരു കണ്ടീഷനെ കുറിച്ച് ഞാൻ പറയാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചിട്ട് വന്ന് പറയുന്ന സമയത്ത് പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, കുറുന്തോട്ടിക്കും വാദോ, നിനക്കും ആങ്സൈറ്റി ഇഷ്യൂസോ, നിനക്കും പാനിക് അറ്റാക്കോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് ഇത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാതെ ഇരിക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ എന്നും ഓക്കെ ആണ്, ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് എനിക്ക് അഭിനയിച്ച് തള്ളാം. കാരണം ഞാനിവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് മെഡിറ്റേഷനെ കുറിച്ചിട്ടും അഫർമേഷൻസിനെ കുറിച്ചിട്ടും നമ്മൾ ജേർണലിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കുന്ന ഒരാൾക്ക് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് നോളേജ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ നോളേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിനെ കുറിച്ചിട്ടുള്ള അറിവുകളായിക്കോട്ടെ, ഇതെന്ന് പറയുന്നത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധനമല്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് എന്തൊക്കെ അറിവുണ്ടെങ്കിലും നമ്മുടെ ബോഡി അസുഖം വരാനും മരിച്ചു പോവാനും ഒക്കെയുള്ള ഒരു സാധനമാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡും അതുപോലെ തന്നെയാണ്. കാലക്രമേണ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ഒരു സാധനമാണ്. ഇനിയിപ്പോൾ എൻ്റെ മൈൻഡിനെ ഇത് എങ്ങനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴും ബോഡി പെയിൻ ആണെങ്കിൽ, എപ്പോഴും ക്ഷീണമാണെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു സ്പൂൺ എടുത്ത് വാഷ് ബേസിനിൽ ഇടാനുള്ള മടി വരുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ എല്ലായ്പ്പോഴും നിങ്ങളുടെ മടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിന്റെ പ്രശ്നമൊന്നും ആയിരിക്കില്ല. ഇതൊക്കെ നിങ്ങൾക്ക് വൈറ്റമിൻ B12 ഉണ്ടെങ്കിൽ, കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലോ ഉണ്ടാവുന്ന കാര്യങ്ങൾ. ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാവും, മേ ബി ഏറെക്കുറെ നിങ്ങൾക്ക് ഡിപ്രഷൻ ആണോ എന്നൊക്കെ തോന്നിപ്പോവും, കുട്ടികളോട് ദേഷ്യപ്പെടും, ഹസ്ബൻഡിനോട് ദേഷ്യപ്പെടും, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനോട് തന്നെ ഒരു മടുപ്പും വെറുപ്പും ഒക്കെ തോന്നും. കാരണം നമ്മൾ ആരും ഇഷ്ടപ്പെടില്ല 24/7 ഒരു ചെയറിൽ അങ്ങനെ ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ 24/7 കിടന്നുറങ്ങാനായിട്ട്, അല്ലെങ്കിൽ 24/7 ഒരു ഗ്ലൂമി ആയിട്ട് ഇരിക്കാനായിട്ടൊന്നും ആരും ഇഷ്ടപ്പെടില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ്. PMOS ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ പറ്റൂല, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കാം, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം, മുഖത്ത് അങ്ങനെ പിമ്പിൾസ് വരും, നിങ്ങൾ പെട്ടെന്ന് കറുത്തു പോവും, നിങ്ങളുടെ മുടി ഒരു ലോഡ് കൊഴിഞ്ഞു പോവും. ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കും. അപ്പം നമ്മൾ വന്നിട്ട് പറയണേ ഇതൊന്നും സംഭവിക്കൂല. നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ കൊണ്ടുപോയിട്ട് ഹീൽ ചെയ്യൂ, മാനസിക പ്രശ്നങ്ങളൊക്കെ ശരിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, 2 ലിറ്റർ വെള്ളം കുടിക്കൂ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യും, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ശരിയാവും. അങ്ങനെയല്ല. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ട്രാക്ക് ചെയ്യാൻ പറയേണ്ടത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ട്രാക്ക് ചെയ്താൽ തന്നെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് എന്താ പറയുക, എടുത്തടിച്ച പോലെ വരാതിരിക്കും. ഇതൊക്കെ ചെയ്താലും മേ ബി വരാം. ഇനി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ് ആണ് നമ്മൾ പറയുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ആശ്വാസം കിട്ടും. നിങ്ങൾ ജേർണൽ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ സമാധാനം കിട്ടും. നിങ്ങൾ ടു ഡു ലിസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരാൾ ലൈഫ് ഒന്ന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. ഇപ്പോൾ നിങ്ങൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരത്തോ, അല്ലെങ്കിൽ വൈറ്റമിൻ B12 കുറവുള്ള ആൾക്കാരത്തോ, അല്ലെങ്കിൽ PMOS ഉള്ള ആൾക്കാരത്തോ ഒന്ന് ചോദിച്ചു നോക്കി, അവരുടെ ലൈഫ് അവരെങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എനിക്കിത് മൂന്നും ഉണ്ടായിട്ട് ഞാൻ പഞ്ചായത്തും വീടും ചാനലും എൻ്റെ കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ സ്ട്രഗിൾ ചെയ്ത് പക്ഷെ അതിനൊരു പരിധി വരെ എനിക്ക് ഇതിൻ്റെ നോളേജ്, എൻ്റെ അറിവ്
എന്നെ വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, എൻ്റെ ഉമ്മാനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, എൻ്റെ മക്കൾക്കറിയാം. അപ്പം എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, കോപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ദേഷ്യപ്പെട്ടാൽ തന്നെ ഞാൻ അടുത്ത സെക്കൻഡ് സോറി എന്ന് പറഞ്ഞു. എൻ്റെ മക്കൾ പറയും സാരില്ല അമ്മ ഞങ്ങൾക്കറിയാം. ഉമ്മാട് പറഞ്ഞ ഉമ്മ പറയും കുഴപ്പമില്ല മോളെ എനിക്കറിയാം. ഹസ്ബൻഡ് ആണെങ്കിൽ പക്ഷേ പറയും കുഴപ്പമില്ല എനിക്കറിയാം. കാരണം അവർക്കറിയാം ഇത് എൻ്റെ അൾട്ടിമേറ്റ് ക്യാരക്ടർ മുന്നേ ഉള്ളത് എന്താണെന്നുള്ളതും എൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം എന്താണെന്നുള്ളതും ഇവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണെങ്കിൽ നമുക്കൊന്നും നടത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് നല്ല നോളേജ് ഉണ്ട്, ആ നോളേജ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണോണ്ടാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം, കുറച്ച് ആൾക്കാരെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്, പണ്ട് നിനക്ക് ഭയങ്കര പടച്ചോനെ പേടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിനക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു, ഇപ്പം നിനക്കതില്ല എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നമ്മളുടെ തക്വ അല്ലെങ്കിൽ നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് പല തലത്തിൽ നിൽക്കുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ എന്താ പറയുക, ഈ പർദ്ദ അപായൊക്കെ ഇട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ നല്ലോണം ഒന്നാനെ പേടിച്ചിട്ടുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രമാത്രം ദീനിലോട്ട് ഫോക്കസ് ചെയ്യാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ അപായം ഇട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ അത്രയും ദീനി അല്ലെങ്കിൽ അത്രയും ഞാൻ എന്താ പറയുക ദീനിന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഇബാദത്തുകൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഈമാൻ വീക്കായിട്ട് പോയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഈ അപായമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ കുറേ കോൺഫ്ലിക്ട്സ് വന്നിട്ടുണ്ട്, സുന്നി മുജാഹിദ് കോൺഫ്ലിക്ട്സ് വന്നിട്ടുണ്ട്, എന്തൊക്കെയൊക്കെയോ ചിന്തകൾ വന്നിട്ടുണ്ട്, ഉണ്ടായിട്ട് പോയിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴും എൻ്റെ ഈമാൻ സ്ട്രോങ് ആയിട്ടും വീക്കായിട്ടും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളുടെ ഈമാനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ റീസെൻ്റ്ലി ജാസിയുടെ ഒരു വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നു, അവരിങ്ങനെ നിസ്കാരക്കുപ്പായൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് നീ മറ്റവനല്ലേ, നീ എങ്ങനെയാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുക, നീ എന്തിനാണ് ദീനിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി അവർക്ക് ഒന്നെങ്കിലും വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത ആക്ടിനെ ജഡ്ജ് ചെയ്യേണ്ടത് പഠിച്ചവനല്ലേ. അപ്പോൾ മറ്റുള്ളവരുടെ ഈമാനെ കയറി നമ്മൾ ജഡ്ജ് ചെയ്തിട്ട് അതുകൊണ്ടാണ് മനസ്സമാധാനം ഇല്ലാത്തത്. ഇവൺ എൻ്റെ അടുത്ത് ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സൈക്കോളജിയും ഹിപ്നോതെറാപ്പിയും അതുപോലെ CBT ഒക്കെ പഠിച്ചുകൊണ്ടാണ് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത്. ആക്ച്വലി എനിക്ക് എന്താ ഉണ്ടായെന്ന് പോലും അവർക്കറിയില്ല. അവർ പറയണത് ഞാൻ പടച്ചോൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം മാറും. ഞാൻ ഒരിക്കലും അതിന് നിസ്സാരമായിട്ട് പറയല്ല. നമ്മൾ പടച്ചോനത്ത് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈമാനോട് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹോപ്പ് ഉണ്ടാവും, പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ മക്കളെ ഹൃദയം എന്താ പറയുക, ഒരാൾ അറ്റാക്ക് വന്ന് പടയ്ക്കുന്ന സമയത്ത് ഈ പോയിട്ട് 5 വക്ത് നിസ്കരിച്ചാൽ മതി അതിൻ്റെ അറ്റാക്ക് മാറുമെന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പോയിട്ട് നിസ്കരിച്ചാൽ മതി എൻ്റെ വയ്യായിക മാറുമെന്ന് പറയുന്നത്. നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം. ഇപ്പോൾ എന്തെങ്കിലും ആങ്സൈറ്റി ഇഷ്യൂസോ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ കൊണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന് പുറമെ, അതായത് എൻ്റെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ പുറമെ വമ്പൻ ചൈൽഡ്ഹുഡ് ട്രോമ എനിക്കുണ്ട്. വമ്പൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആളെ എക്സ്പോസ് ചെയ്ത് എനിക്കുണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ 1 by 1 ആയിട്ട് വന്ന് പറഞ്ഞ് അങ്ങനെ പറയുമായിരുന്നു. അത്രയും വലിയ ചൈൽഡ്ഹുഡ് ട്രോമ എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് പാനിക് അറ്റാക്സ് വരുന്നത് ഞാൻ ആ സിറ്റുവേഷനിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ്. ആൻഡ് എനിക്കറിയാം ഇതെനിക്ക് പാനിക് അറ്റാക്ക് വരികയാണ്, ഞാൻ ഈ സിറ്റുവേഷനിൽ നിൽക്കുന്നതുകൊണ്ടാണ്, ഈ കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നതുകൊണ്ടാണ്. എനിക്കറിയാം, എൻ്റെ ചുറ്റൂടുള്ള ആൾക്കാർക്ക് അറിയാം. ഇതൊന്നും അറിയാത്ത ഒരാൾ വന്നിട്ട് പറയാണ്, പണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് അള്ളാനെ പേടിച്ച് നടന്നപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക അള്ളാനെ. അത് അവരെങ്ങനെ ജഡ്ജ് ചെയ്യുന്നതെന്നറിയോ? എൻ്റെ അപ്പിയറൻസ് വെച്ചിട്ടാണ്. എൻ്റെ അപ്പിയറൻസിലാണ് എനിക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം അവർ ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിൽക്കാനായിട്ട്, ഇപ്പം ഞാനൊരു 10 മിനിറ്റ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് പർദ്ദയിട്ട് വന്നിട്ട് വലിയ എന്താ പറയുക ബീവിമ പോലെ എനിക്ക് നിങ്ങളുടെ ഉപദേശിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഗൈസ്. നിങ്ങൾക്ക് എപ്പോഴും എന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾ എപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ കാരണം കൊണ്ട് 1000ങ്ങളും 10,000ങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും നന്നായിക്കൊണ്ടേയിരിക്കും. ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാം? പടച്ചോൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമ്മൾ ചെയ്യുന്നത് നമ്മളെ എക്സ്പോസ് നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ മറ്റൊരാളുടെ അടുത്ത് ഉപദേശിക്കാൻ പറ്റില്ല. അപ്പം അതിനേക്കാൾ ഭേദം നല്ലത് പറയാം, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാൻ പറയാം. പക്ഷെ ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാനെൻ്റെ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് എക്സ്പോസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും എൻ്റെ ബെസ്റ്റ് ചെയ്യുന്ന, അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് പടച്ചോനത്ത് ചോദിക്കുന്നു. അത്രേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് എനിക്ക് എൻ്റെ മൈൻഡ്ഫുള്ളായിട്ട് ഞാനും പടച്ചോനും നമ്മളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ദീനിയായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഞാനും പടച്ചോനും നമ്മളൊരു ഡീൽ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ, ആ ഒരു ഇൻറ്റിമസി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. ഇപ്പം ഞാനത് ഇവിടെ ഇങ്ങനെ വന്ന് പറയും തോറും ആ ഇൻറ്റിമസി അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ഞാനും പടച്ചോനും നമ്മുടെ റിലേഷൻഷിപ്പ് അവിടെ അത്രയും കുറഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ വളവള പറയുന്നതിനോട് എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനെയും എൻ്റെ ഹെൽത്ത് ഇഷ്യൂസിനെയൊക്കെ വെച്ച് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറയുള്ളത്, അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഒരു മൂല്യന്മാർക്കോ അല്ലെങ്കിൽ ഒരു പ്രവാചകന്മാർക്കോ അല്ലെങ്കിൽ
എന്താ പറയുക, പ്രവാചക പത്നിമാർക്കോ അല്ലെങ്കിൽ സ്വാലിഹീങ്ങളായിട്ടുള്ള മനുഷ്യന്മാർക്കോ ഒന്നും പഠിച്ചൊരു രോഗം കൊടുക്കൂലായിരുന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അവർ വല്ലാണ്ട് പ്രയാസപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിന് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. അള്ളാഹുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് അസുഖങ്ങൾ വരില്ല, അള്ളാഹുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ട് അസുഖങ്ങൾ, അങ്ങനെയല്ല. നമ്മുടെ വിൽ പവർ കുറച്ച് കൂടും, നമുക്ക് കുറച്ചും കൂടെ ഫേസ് ചെയ്യാൻ പറ്റും, പഠിച്ചോ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. അതൊക്കെയാണ് അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അസുഖം വരികയേ ചെയ്യില്ല എന്നുള്ളതല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടുന്ന ടെസ്റ്റുകളാണ് വൈറ്റമിൻ B12, വൈറ്റമിൻ ബി, പിന്നെ അയണിന്റെ ടെസ്റ്റ്, ഐ തിങ്ക് ഫെറിറ്റിൻ ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് സ്പെല്ലിംഗ് എന്താ നോക്കിയിട്ട് ആ ഒരു ടെസ്റ്റ് എടുക്കാം. പിന്നെ മെയിൻലി നിങ്ങൾക്ക് PMOS ഉണ്ടോ എന്ന് നോക്കാം. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളതിനെ ഡിപ്രഷനായിട്ടോ അല്ലെങ്കിൽ ആങ്സൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ OCD ട്രൈറ്റ്സ് ആയിട്ടൊക്കെ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്താം. ഇപ്പം എൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ടും പ്രയാസം വരുന്നുണ്ട്, ശാരീരികമായിട്ടും പ്രയാസം വരുന്നുണ്ട്. ഞാൻ അങ്ങനെ ടാക്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എല്ലാം എൻ്റെ ഈ പറയുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ തെറപ്പി എടുക്കുന്നുണ്ട്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ മെഡിസിൻസും സപ്ലിമെൻറ്റ്സും എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ PMOSന് ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ഫോളിക്യൂൾസും ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഡയറ്റും വർക്കൗട്ട്സും എങ്ങനെയാണെന്നുള്ളതും കൂടെ വരുന്ന വീഡിയോസിൽ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.